എല്ലാവർക്കും നിമിഷാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇനി ഞാൻ തയ്യാറാക്കുന്നത് ചിക്കൻ സാൻഡ്വിച്ച് ആണ്. മയണൈസ് ഉപയോഗിച്ചിട്ടാണ് ഞാനിത് തയ്യാറാക്കി എടുക്കുന്നത്. മയണൈസ് ഇഷ്ടപ്പെടുന്ന എല്ലാവരും തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുന്ന ഒരു സാൻഡ്വിച്ച് ആയിരിക്കും ഇത്. ബാച്ചിലേഴ്സിനൊക്കെ വളരെ എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കി എടുക്കാവുന്ന ഒരു സാൻഡ്വിച്ച് ആണ് ഇത്. അപ്പൊ നമുക്ക് റെസിപ്പിയിലേക്ക് കിടക്കാം. അപ്പൊ നമുക്ക് ചിക്കൻ സാൻഡ്വിച്ച് തയ്യാറാക്കാൻ തുടങ്ങിയാലോ. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 350 ഗ്രാം ചിക്കൻ എടുത്തിട്ടുണ്ട്. ഞാനിവിടെ എടുത്തിരിക്കുന്നത് ചിക്കൻ ബ്രസ്റ്റ് ആണ്. ഇപ്പോൾ ചിക്കൻ്റെ ഏത് ടൈപ്പ് ബോൺലെസ് പീസ് വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം. പക്ഷെ എനിക്ക് തോന്നിയിട്ടുള്ളത് ചിക്കൻ ബ്രസ്റ്റ് എടുക്കുമ്പോഴായിരിക്കും കുറച്ചും കൂടി ടേസ്റ്റ്. ഇനി നമുക്കൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിക്കാം കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ആവശ്യത്തിന് കുരുമുളക് പൊടി. ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഇട്ടിട്ടുള്ളൂ. എരിവൊക്കെ നമ്മുടെ ഓരോരുത്തരുടെയും ഇഷ്ടത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി ഇത് ഞാൻ കുക്ക് ചെയ്യാൻ വെക്കട്ടെ. പിന്നെ ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു ക്യാരറ്റും ഒരു ക്യാപ്സിക്കമാണ്. ക്യാപ്സിക്കം ഇപ്പോൾ മുഴുവനൊന്നും വേണ്ട, ഒരു ചെറിയൊരു കഷ്ണം തന്നെ മതി. ഇപ്പോൾ ഒരു വലിയ ക്യാപ്സിക്കത്തിൻ്റെ 1/4 ഭാഗമാണ് ഞാൻ എടുത്തിട്ടുള്ളൂ. ഈ ക്യാപ്സിക്കം ഞാൻ ചെറിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തെടുക്കും. അതുപോലെ തന്നെ ക്യാരറ്റ് ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കും. ഈ ക്യാപ്സിക്കം ക്യാരറ്റും ചേർക്കണമെന്ന് നിർബന്ധമില്ല, ഇത് ഓപ്ഷണലാണ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. അതുപോലെ തന്നെ നിങ്ങൾക്ക് ലെറ്റ്യൂസ് വേണമെന്നുണ്ടെങ്കിൽ ലെറ്റ്യൂസ് ചേർത്ത് കൊടുക്കാം കേട്ടോ ഇതിലേക്ക്. ഞാനിപ്പോൾ ലെറ്റ്യൂസ് ചേർക്കണില്ല. ഇതിപ്പോൾ എൻ്റെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റാണ്. വളരെ എളുപ്പമല്ലേ നമുക്ക് സാൻഡ്വിച്ചൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ. ഇത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ കഴിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ സ്നാക്കായിട്ട് സ്കൂളിലേക്ക് ടിഫിൻ ബോക്സിലൊക്കെ കൊടുത്തേക്കാം. ലഞ്ചായിട്ടും എങ്ങനെ വേണമെങ്കിലും കഴിക്കാം. ഇത് നല്ല ചെറിയ കഷ്ണങ്ങളായിട്ടാണ് ഞാൻ കട്ട് ചെയ്തെടുക്കുന്നത്. ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ സാൻഡ്വിച്ചൊക്കെ ആകുമ്പോൾ ബാച്ചിലേഴ്സിനാണെങ്കിലും ഇപ്പോൾ ആർക്കാണെന്നുണ്ടെങ്കിലും പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാവുന്ന ഒരു സംഭവം. ഇപ്പോൾ ബിഗിനേഴ്സിനൊക്കെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റണ ഒരു ഐറ്റം തന്നെയാണ്. ഞാൻ ഈ ക്യാരറ്റും കൂടി ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കണം. ഇപ്പോൾ ചെറിയ ഗ്രേറ്ററിലാണ് ഞാൻ ഗ്രേറ്റ് ചെയ്യണത്. ഇപ്പോൾ പെട്ടെന്നൊക്കെ ഗ്രേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ വലിയ ഗ്രേറ്ററൊന്നും എടുക്കാറില്ല. ഇത് മതി. പിന്നെ ഞാനിവിടെ എടുത്തിരിക്കുന്നത് മയണൈസാണ്. ഞാനിതിപ്പോൾ ഉണ്ടാക്കിയെടുത്തതാണ്. മയണൈസ് ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കണ്ടില്ലേ എന്തൊരു തിക്കാൻ ക്രീമിയാണ് നമ്മുടെ മയണൈസ്. ഒരു 30 സെക്കൻഡ് മതി നമുക്ക് മിക്സിയിൽ വളരെ പെട്ടെന്ന് തന്നെ മയണൈസ് ഉണ്ടാക്കിയെടുക്കാം. ഇതിപ്പോൾ എഗ് മയണൈസാണ് കേട്ടോ. നമ്മളിപ്പോൾ ചിക്കൻ സാൻഡ്വിച്ചെല്ലാം ഉണ്ടാക്കണം. ഏത് മയണൈസ് വേണമെങ്കിലും ഉപയോഗിക്കാം, വെജ് ആയാലും കുഴപ്പമൊന്നുമില്ല. ഞാൻ ഈ മയണൈസിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടാം. ചിക്കൻ അവിടെ ഇരുന്ന് കുക്കാവട്ടെ. ആ സമയത്ത് നമുക്ക് ബ്രെഡൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്നത് സാൻഡ്വിച്ച് ബ്രെഡാണ്. നിങ്ങൾക്ക് ഏത് ബ്രെഡ് വേണമെന്നുണ്ടെങ്കിലും ഉപയോഗിക്കാം. സാൻഡ്വിച്ച് ബ്രെഡായ കാരണം ഇതിൻ്റെ സൈഡ് കട്ട് ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല, പക്ഷെ ഞാൻ കട്ട് ചെയ്യുന്നുണ്ട്. ഇതുപോലെ എല്ലാം കട്ട് ചെയ്ത് വെക്കാം. ഇപ്പോൾ ബ്രെഡ് എത്ര ബ്രെഡ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എടുക്കാം, അതിന് പ്രത്യേകിച്ച് അളവൊന്നുമില്ല. ഇപ്പം നമ്മുടെ ചിക്കൻ ബ്രസ്റ്റ് ആവശ്യത്തിന് കുക്കായിട്ട് വന്നിട്ടുണ്ട്. ഞാനിതിപ്പോൾ ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിക്കാതെ മുഴുവനോട് കൂടി തന്നെയാണ് വേവിച്ചെടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചതിന് ശേഷം വേവിച്ചെടുക്കാം കേട്ടോ. അതുപോലെ തന്നെ പ്രഷർ കുക്കറിൽ നമുക്കിത് പെട്ടെന്ന് തന്നെ വേവിച്ചെടുക്കാം. ഒരു വിസിൽ കൊടുത്താൽ മതി. ഇനി ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി ഞാനിത് ഒരു പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇപ്പോൾ ഈ ബാക്കി വന്ന ചിക്കൻ വേവിച്ചെടുത്ത വെള്ളയില്ലേ, ഇത് ഉപയോഗിച്ച് നമുക്ക് സൂപ്പ് തയ്യാറാക്കി എടുക്കാം. ചിക്കൻ സ്റ്റോക്കിന് പകരമായിട്ട് ഉപയോഗിക്കുന്നത്. ഹോട്ട് ആൻഡ് സോൾ ചിക്കൻ സൂപ്പ് തയ്യാറാക്കുന്ന വീഡിയോ ഓൾറെഡി ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടാം. ഇപ്പോൾ ഞാൻ ബ്രെഡെല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിന് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഈ ചിക്കൻ ചെറിയ കഷ്ണങ്ങളായിട്ടൊന്ന് ഷ്രെഡ് ചെയ്തെടുക്കണം. ഇപ്പോൾ നല്ല ചൂടുണ്ട്. ഞാൻ ഫോർക്ക് വെച്ച് ഇതുപോലെ ഒന്ന് ഷ്രെഡ് ചെയ്തെടുക്കുകയാണ് ചെയ്യണത്. ചൂടാറിയതിന് ശേഷം കൈ വെച്ചിട്ട് ചെയ്താലും മതി. ഇപ്പോൾ ചിക്കൻ ബ്രസ്റ്റ് ആയതുകൊണ്ട് തന്നെ ഇത് പെട്ടെന്ന് തന്നെ കുക്കായിട്ട് വരും. ഒരുപാട് സമയമൊന്നും വേണ്ട. എല്ലാം ഇതുപോലെ തന്നെ നമുക്കൊന്ന് ഷ്രെഡ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഞാൻ ഈ ചിക്കനെല്ലാം ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടുണ്ട്. ഒരുപാട് വലിയ കഷ്ണങ്ങളാക്കേണ്ട ആവശ്യമില്ല. ഇതുപോലെ ചെറുതായിട്ടൊന്ന് ഷ്രെഡ് ചെയ്തെടുത്താൽ മതി. ഇനി ഞാനിത് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് ക്യാപ്സിക്കം ഇട്ട് കൊടുക്കാം, കുറച്ച് ക്യാരറ്റ് ഇട്ട് കൊടുക്കാം. വെജിറ്റബിൾസ് ഒന്നും ഒരുപാട് വേണ്ട, കുറച്ച് തന്നെ മതി. ഇതിപ്പോൾ മെയിനായിട്ട് ചിക്കൻ സാൻഡ്വിച്ച് അല്ലേ. കുറച്ച് ചിക്കൻ ഷ്രെഡ് ചെയ്തത് ഇട്ട് കൊടുക്കാം.
ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പം ചിക്കൻ നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട്. തണുത്തതിന് ശേഷമാണ് ഞാനിത് മിക്സ് ചെയ്യണത്. ഇനി ഇതിലേക്ക് മയണൈസ് ഒഴിച്ച് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്തെടുക്കുമ്പോൾ അതായത് ഒരു ക്രീമി ആയിട്ടുള്ളൊരു കൺസിസ്റ്റൻസി ആവണം. ഒരുപാട് അങ്ങോട്ട് ഡ്രൈ ആവാൻ പാടില്ല. ക്രീമി ആയിട്ട് മിക്സ് ചെയ്യാം. അപ്പോഴായിരിക്കും നമ്മൾ ബ്രെഡിൽ സ്പ്രെഡ് ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് ഇരിക്കുള്ളൂ. കണ്ടില്ലേ ഈ ഒരു കൺസിസ്റ്റൻസി. ഞാൻ കുറച്ചും കൂടി ചിക്കൻ അതിലേക്ക് ഇട്ട് കൊടുക്കണം. അതിനുശേഷം ഇതിൻ്റെ ടേസ്റ്റ് ഒന്ന് നോക്കുക. ഉപ്പോ എരിവൊക്കെ കുറവുണ്ടെന്നുണ്ടെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇതിൽ ഉപ്പ് കുറവാണ്, ഞാൻ കുറച്ചും കൂടി ഉപ്പൊന്ന് ഇട്ട് കൊടുക്കുകയാണ്. കുറച്ച് കുരുമുളക് പൊടി കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. അതിനുശേഷം വീണ്ടും നമുക്കിത് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കാം. ചിക്കൻ കുറച്ചും കൂടിയും ബാക്കിയുണ്ട്, ഞാൻ മുഴുവൻ എടുത്തിട്ടില്ല. ഇനി നമുക്കിത് ബ്രെഡിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അത്യാവശ്യം കുറച്ച് തിക്കായിട്ട് തന്നെ സ്പ്രെഡ് ചെയ്യാം കേട്ടോ. അപ്പോഴായിരിക്കും സാൻഡ്വിച്ച് കഴിക്കാൻ അത്യാവശ്യം ടേസ്റ്റ് ഉണ്ടാവുക. അതുപോലെ തന്നെ ഉപ്പും കുരുമുളക് പൊടിയൊക്കെ കറക്റ്റായിട്ട് തന്നെ ഇട്ട് കൊടുക്കാം. ഇനി ഇത് വെച്ച് ക്ലോസ് ചെയ്യാം. കണ്ടില്ലേ നമ്മുടെ ചിക്കൻ സാൻഡ്വിച്ച്. ഇനി ഇതുപോലെ എല്ലാത്തിലും സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതും ക്ലോസ് ചെയ്യാം നമുക്ക്. ഇനി ഞാനിതൊന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. കട്ട് ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല, നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കട്ട് ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ തന്നെ കഴിക്കാൻ കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ കണ്ടില്ലേ നമ്മുടെ എല്ലാ സാൻഡ്വിച്ചും ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഈ സാൻഡ്വിച്ച് ഉണ്ടാക്കാൻ വൈറ്റ് ബ്രെഡ് തന്നെ വേണമെന്നൊന്നുമില്ല, ബ്രൗൺ ബ്രെഡ് ആയാലും നമുക്ക് യൂസ് ചെയ്യാം. ഞാനിപ്പോൾ ഇതിന് സാൻഡ്വിച്ച് ബ്രെഡാണ് എടുത്തിരിക്കുന്നത്. മധുരമുള്ള ബ്രെഡൊന്നും വെച്ച് ചെയ്യുമ്പോൾ അത്രയ്ക്ക് ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്തോളൂ കേട്ടോ. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ നിമിഷാസ് കിച്ചൺ സബ്സ്ക്രൈബ് ചെയ്തോളൂ കേട്ടോ. പിന്നെ ലൈക്ക് ചെയ്യാം. അതോടൊപ്പം നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യാം. അപ്പം മറ്റൊരു അടിപൊളി റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.